വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ +2 സ്റ്റുഡൻസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ബോട്ടണിയിലും സുവോളജിയിലും കഴിഞ്ഞ വർഷം നമ്മുടെ +1 ചോദിച്ച ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു വെയിറ്റേജ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം ലാബ് എക്സാം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കും കൂടെ ഉള്ളൂ ഏകദേശം ലാബ് എക്സാം. അതോടുകൂടി എല്ലാ സ്കൂൾസിലും ലാബ് എക്സാം കഴിയും. അത് കഴിഞ്ഞാൽ എന്താണ് അടുത്തത്? നിങ്ങളുടെ മോഡൽ എക്സാം ആണ്. അപ്പൊ മോഡൽ എക്സാമും ഉണ്ട്, അതിന്റെ ഇടയിൽ ഇംപ്രൂവ്മെന്റ് എക്സാമും കൂടെ വരും അല്ലെ. ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയാണ് ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളെ കയ്യിലും ഉള്ളൂ അല്ലെ. അപ്പൊ ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അതായത് ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്, അത് ഈ ഒരു പെർട്ടിക്കുലർ വെയിറ്റേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ബോട്ടണി നോക്കാം, അതുപോലെ തന്നെ നമുക്ക് സുവോളജി നോക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ വന്നിരിക്കുന്നത്, അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം അതിന് മുന്നത്തെ വർഷത്തിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പാറ്റേൺ ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ മിസ് എന്ന് പറയാൻ പോകുന്ന ആ ഒരു പെർട്ടിക്കുലർ വെയിറ്റേജ് അതുപോലെ തന്നെ വരണം എന്നില്ല, പക്ഷെ 1-2 മാർക്കൊക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോട്ടണിയിലെ മേജർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബോട്ടണി ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീന്. ഓക്കെ, ഹിയർ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ തന്നെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 മാർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്ലാൻ കിങ്ഡം ആണ്. ഓക്കെ, അപ്പൊ പ്ലാൻ കിങ്ഡത്തിൽ നിന്നും ഇതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ 2 ചാപ്റ്ററിൽ നിന്നും ആക്ച്വലി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല അല്ലെ. ഇതാണ് നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ആയിട്ട് 3 മാർക്ക് തന്നെയാണ് വീണ്ടും പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ എന്താണ്? നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം കുറെ പോർഷൻസ് ഒക്കെ ഡിലീറ്റഡ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് ഏതാണ്? നമ്മുടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ 3 മാർക്ക് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ചോദിച്ചിട്ടില്ല. പക്ഷെ ടോട്ടൽ ഒരു 5 മാർക്സ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കുമ്പോൾ ഈ ഒരു അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടുതൽ മീൻസ് ചോദിച്ച ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ മോർഫോളജി അനാറ്റമി ഏകദേശം ഈ ഒരു 4 മാർക്ക് 5 മാർക്ക് രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. ഇനി അടുത്ത എന്താണ്? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 3 മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നാണ് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 മാർക്സിന് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഇനി വരുന്ന 3 ചാപ്റ്റേഴ്സും. ഏതൊക്കെയാണ്? ഒന്ന് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, അതുപോലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 3 ചാപ്റ്റേഴ്സ്. ഓക്കെ, അതിൽ നമ്മുടെ ഫോട്ടോസിന്തസിസും അതുപോലെ റെസ്പിറേഷൻ, ആ 2 ചാപ്റ്ററിൽ നമുക്കറിയാം ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് പോലും ഇല്ല. അപ്പൊ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനും ഉള്ളത്. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസിൽ നിന്ന് നോക്കിയേ, 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം എന്താണ് 7 മാർക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ 2 മാർക്കും 3 മാർക്കും ഒക്കെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, റൈറ്റ്. അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. പക്ഷെ വെയിറ്റേജ് കൂടുതൽ വന്ന് എവിടെ നിന്നാണ് നിങ്ങൾ നോക്കുക. പിന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിന്റെ അകത്ത് നോക്കിയേ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ 5 മാർക്ക്. ഇത് നിങ്ങൾക്ക് കൂടുതലും എക്സ്പെക്ട് ചെയ്യാം. റെസ്പിറേഷനിൽ നിന്നും ചിലപ്പോൾ 6 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്ക് ആ ഒരു റേഞ്ച് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ഡിലീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മാർക്സ് ആണ് ടോട്ടലി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ പ്ലാൻ കിങ്ഡം, പിന്നെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ് ആണ്.
അത് കുറച്ച് അധികം ടൈം നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യേണ്ട എന്നതാണ് അതിന്റെ അർത്ഥം. പക്ഷേ നമ്മുടെ മോർഫോളജി അതുപോലെ അനാട്ടമി നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. പിന്നെ വരുന്ന എന്താണ്, ഈ ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, സെൽ ഡിവിഷനും ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നത് ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കി കൃത്യമായിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ നോക്കി തന്നെ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് മിസ് സ്പെഷ്യൽ ആയിട്ട് ഇത് പറയുന്നത്. അല്ലാത്ത കുട്ടികൾക്കല്ല, അവർക്കും ഇത് തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഇപ്പൊ +1 ആരും എഴുതാൻ പോകുന്ന എക്സാം സെയിം തന്നെയാണ്, ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സുവോളജി ആണ്. ഓക്കെ, നമുക്ക് വേഗം സുവോളജിയും കൂടെ നോക്കാം. അപ്പൊ സുവോളജിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിംഗ് വേൾഡ് ആണ്. ലിവിംഗ് വേൾഡിൽ നിന്ന് എപ്പോഴും ഒരു 1 മാർക്ക് ചോദിക്കാറുള്ളൂ. ഇനി ആ ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ലാന്നേ മിസ് പറയത്തുള്ളൂ. കാരണം ലിവിംഗ് വേൾഡിൽ നിന്ന് വരുന്ന ആ ഒരു 1 മാർക്ക്, ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന 1 മാർക്ക് നിങ്ങൾക്ക് മീൻസ് ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആനിമൽ കിങ്ഡം ആണ്. പക്ഷെ ആനിമൽ കിങ്ഡം ഇസ് ലിറ്റിൽ ബിറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന്ന് 2 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 9 മാർക്സിന് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആനിമൽ കിങ്ഡം കുറച്ചൊന്ന് നോക്കി പഠിക്കേണ്ടതാണ്. മിസ്സിന് അറിയാം ആ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ, ബട്ട് സ്റ്റിൽ നിങ്ങൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കൊക്കെ മാക്സിമം ചോദിക്കാറുള്ളൂ. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ഇനി ബയോ മോളിക്യൂൾസ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുപോലെ 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ ഒരു 5 മാർക്കാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് എന്താണ്, ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, അതിലൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 മാർക്കാണ്. ഇനി അടുത്ത് എന്താണ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അതിൽ 2 മാർക്സിന്റെ 2 ക്വസ്റ്റ്യനും പിന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ ഒരു അങ്ങനെ ടോട്ടൽ അങ്ങനെ എന്താണ് 7 മാർക്സ് അതിൻ്റെ അതൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, അവിടുന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അധികം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. ഇനി അടുത്തത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ഇതേപോലെ 2 മാർക്കും 1 മാർക്കും ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 3 മാർക്സ് ആണ് ടോട്ടൽ. പിന്നെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതിൽ നിന്ന് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 മാർക്സ് ആണ്. പിന്നെ എന്താണ്, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുവോളജിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. ലൈക്ക് ചില ചാപ്റ്ററിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ചിലതെന്ന് തീരെ ചോദിച്ചിട്ടില്ല. ആ ഒരു പാറ്റേൺ ആണ്. പക്ഷെ നിങ്ങൾ നോക്കിക്ക്, ഈ ഒരു ഫിസിയോളജി എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് എപ്പോഴും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ആ ഒരു ചാപ്റ്ററും ഇതേപോലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാറുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടെ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് അല്ല. ഫസ്റ്റ് ചാപ്റ്ററും അതുപോലെ തന്നെ എന്താണ് 3rd ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഇത് സ്പെഷ്യൽ ആയിട്ട് മിസ് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നവരോടാണ്. ഓക്കെ, ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് A+ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബാക്കി സബ്ജക്ട്സിനൊക്കെ A+ ഉണ്ട്, ഇതിന് A+ ഇല്ല എന്നുള്ള കേസൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡറി ചോയ്സ് ആയിട്ട് നിങ്ങൾ ഇംപ്രൂവ്മെന്റിന് വെച്ചാൽ മതി. പിന്നെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ അതുപോലെ റിലേറ്റഡ് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ബയോളജി ഇംപ്രൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 സബ്ജക്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ബേസിസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അങ്ങനെ തന്നെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ പഠിക്കാൻ നോക്കുക. ഈ വർഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും നല്ല എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാൻ മിസ് ഓൾ ദ വെരി ബെസ്റ്റ് പറയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം, ടെൻഷൻ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് പോയി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു, വിൽ മീറ്റ് അഗെയിൻ, ബൈ ബൈ.